മലയോര പ്രദേശമായ മറ്റത്തൂരിൽ ഇത് നേന്ത്രക്കായ വിളവെടുപ്പിന്റെ കാലമാണ്. താരതമ്യേന മികച്ച വില ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം ഗണ്യമായി കുറഞ്ഞത് ഇത്തവണ വാഴ കർഷകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുകയാണ്. മെയ് അവസാന വാരം മുതലാണ് മറ്റത്തൂരിൽ നേന്ത്രക്കായ വിളവെടുപ്പ് ആരംഭിച്ചത്. കേരള പഴം പച്ചക്കറി പ്രൊമോഷൻ കൌൺസിലിന് കീഴിൽ കോടാലിയിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക ചന്തയിലൂടെയാണ് വിളവെടുക്കുന്ന ഏറെക്കുറെ വാഴക്കുലകളും വിറ്റഴിക്കപ്പെടുന്നത്. നേന്ത്രക്കായ ഉൽപാദനത്തിലും വിപണനത്തിലും ജില്ലയിൽ മുന്നിലുള്ള സ്വാശ്രയ കർഷക സമിതിയാണ് മറ്റത്തൂരിലേത്. ശരാശരി 5 കോടി രൂപയുടെ കാർഷിക വിഭവങ്ങളാണ് മറ്റത്തൂർ സ്വാശ്രയ ചന്തയിലൂടെ വർഷം തോറും വിപണനം ചെയ്യപ്പെടുന്നത്. നേന്ത്രക്കായ്ക്ക് പുറമെ പാളയൻകോടൻ, പൂവൻ, കണ്ണൻ, ഞാലിപ്പൂവൻ, കദളി തുടങ്ങി ചെറുകായകളും വിവിധയിനം പച്ചക്കറികളും മറ്റത്തൂർ സ്വാശ്രയ കർഷക ചന്തയിൽ വിൽപ്പനയ്ക്കെത്തുന്നുണ്ട്. എല്ലാ വർഷവും നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു മാർക്കറ്റാണ്. ഏതാണ്ട് തൃശ്ശൂർ ജില്ലയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന മാർക്കറ്റ് കൂടിയാണ്. 5 കോടിയിൽ പരം വരെ ബിസിനസ് നടന്നിട്ടുള്ള മാർക്കറ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളും പ്രകൃതിയൊക്കെ അനുസരിച്ച് വളരെയധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തേലും കൂടുതൽ കഴിഞ്ഞ വർഷം ഒരു 67 ടണ്ണോളം ഉൽപ്പാദനം കൂടുതലായിരുന്നു, എങ്കിലും ടേൺ ഓവർ കുറഞ്ഞു. ഈ വർഷം സീസൺ തുടക്കത്തിൽ നേന്ത്രക്കായ്ക്ക് കിലോഗ്രാമിന് 57 രൂപ വരെ ലഭിച്ചിരുന്നു. ഇപ്പോൾ വില 48 രൂപയായി താഴ്ന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ സീസണിൽ താരതമ്യേന മെച്ചപ്പെട്ട വില കർഷകർക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദനം കുറഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായെന്ന് മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് ചന്ദ്രൻ ചെറുപറമ്പിൽ പറഞ്ഞു. സാധാരണ നമുക്കൊരു 10 കിലോ 12 കിലോ കിട്ടിയിരുന്ന കൊലകളൊക്കെ ഇത്തവണ 8 കിലോ 7 കിലോനാണ് കിട്ടുന്നത്. അത് ഈ അസാധ്യ ചൂട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളതാണ് കൃഷിക്കാരുടെ ഇടയിലുള്ള പൊതുവെയുള്ള ഒരു സംസാരം. പിന്നെ വെള്ളത്തിന്റെ വളരെ ബുദ്ധിമുട്ടുകൾ ചില ഭാഗങ്ങളിൽ വന്നു. അതുകൊണ്ട് ഇത്തവണയും ടേൺ ഓവർ ഒരുപാട് കുറയാൻ സാധ്യതയുണ്ട്. ഉൽപാദനം എന്ന് പറയുമ്പോൾ ഇവിടെ എണ്ണത്തിലൊന്നും കുറവില്ല. വാഴക്കൃഷിയൊക്കെ ഒരുപാട് എല്ലാ കൊല്ലത്തിലും കൂടുതൽ തന്നെയാണ്. വിളവിലാണ് കുറവ് നടക്കുന്നത്. ആറ്റു നേന്ത്രൻ, മേട്ടുപാളയം, തേനി ഇനങ്ങളിൽപ്പെട്ട നേന്ത്രവാഴകളാണ് മറ്റത്തൂരിൽ കൃഷി ചെയ്യുന്നത്. ഇത്തവണത്തെ കഠിനമായ ചൂട് മൂലം വാഴക്കുലകളുടെ തൂക്കത്തിൽ 5 കിലോ വരെ കുറവുണ്ടായിട്ടുണ്ടെന്ന് കർഷകർ പറയുന്നു. ചെറുകായകൾ പാളയങ്കോടൻ, പൂവൻ, കണ്ണൻ, അതുപോലെ ഞാലി, നെല്ലിക്കദളി ഇങ്ങനെയുള്ള ഇനത്തിനൊക്കെ നല്ല വിലയുണ്ട്. പക്ഷേ ഈ വേനൽ ചൂടിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ വിളവ് വളരെയായിട്ട് കുറഞ്ഞു പോയി. പിന്നെ ഇപ്പം നേന്ത്രൻ ഏകദേശം 48 രൂപ നല്ല കായ്ക്ക് വിലയുണ്ട്. ശരിക്കും പറഞ്ഞ് 20 രൂപ തൊട്ട് മുകളിലേക്ക് വിൽക്കുന്ന കൊലകളുണ്ട്. വാഴക്കുലകളുടെ തൂക്കക്കുറവ് മൂലമുണ്ടായ നഷ്ടത്തിന് പുറമെ മഴക്കെടുതിയിൽ വാഴകൾ നശിച്ചതും മേഖലയിലെ കർഷകർക്ക് കനത്ത പ്രഹരമായിട്ടുണ്ട്. ഓണക്കാലത്ത് നേന്ത്രക്കായ്ക്ക് ഇനിയും വില ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടത്തെ കർഷകർ. TCV ന്യൂസ്, കൊടകര.